ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആൻഡ്രിക്. നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, ഇപ്പൊ ബോർഡിൽ കാണുന്ന ചോദ്യം നിങ്ങൾ ഒരുപാട് തവണ ചാപ്റ്ററിൽ കണ്ടിട്ടുള്ള ചോദ്യമായിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മളെ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ട് പോകേണ്ട ചോദ്യമാണ് എന്നറിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടെ അത് നോക്കിയിട്ട് പോകേണ്ടതുണ്ട്. സോ എല്ലാവരും നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് ചോദ്യം വായിച്ചു നോക്കാം. എന്തായിരുന്നു ചോദ്യം? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 3, 4, 6. ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ സൈഡ്സുകൾ ഓൾറെഡി തന്നിട്ടുണ്ട് 3, 4, 6 അല്ലെ. 3, 4, 6. ഓക്കെ, ഡ്രോ വൺ ഡിഫറെന്റ് റൈറ്റ് ആംഗിൾഡ്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കണം ഓഫ് ദാറ്റ് ഓഫ് സെയിം ഏരിയ. അതിൽ ഏരിയ മാറാതെ വരയ്ക്കണം. സോ ഏരിയ മാറാതെ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളാം, ഈ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസിന് പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുകളിലൂടെ ഒരു ലൈൻ വരച്ചിരിക്കണം. എന്നാലേ ഇതിന്റെ ഹൈറ്റ് നമുക്ക് മാറാതെ അടുത്ത ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബേസ് 3 തന്നെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. സോ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുക എന്നുള്ളത് പറയാൻ പോവാണ്. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുക? നല്ലോണം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. വരയ്ക്കാൻ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, എന്ത് ചെയ്താൽ മതി? സ്കെയിൽ എടുത്തോളാം. ഗൈസ് സ്കെയിൽ എടുത്തു. എന്ത് ചെയ്തു? 3 സെന്റിമീറ്ററിൽ താഴെ ഞാനൊരു വര വരച്ചു. കൂടെ വരച്ചോളൂ കേട്ടോ. കൂടെ വരച്ചാൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാലോ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്കെയിലില് ബാക്കിയുള്ള സൈഡ്സുകൾ എനിക്ക് അളക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ് കോമ്പസ്. കണ്ടില്ലേ? ഈ കോമ്പസിൽ ഞാൻ ബാക്കിയുള്ള 2 സൈഡുകളായിട്ടുള്ള 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും എടുക്കണം. ആദ്യം ഞാൻ 4 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ 4 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് നോക്കണേ എൻ്റെ കുട്ടികള്, ഞാൻ ഇതേ ഈ കോമ്പസ് ഒരു സൈഡിൽ കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട് അതേ ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ട് കൃത്യമായിട്ട് ഒരു കുഞ്ഞി ആർക്ക് വരച്ചു. ഓക്കെ ആണോ? കുഞ്ഞി ആർക്ക് വരച്ചു. ഞാൻ അതേപോലെ തന്നെ സ്കെയിൽ എടുത്തു. ഇപ്പൊ നമ്മൾ 4 സെന്റിമീറ്റർ ആണ് എടുത്തത്. അതുപോലെ എനിക്ക് 6 സെന്റിമീറ്ററിലും കൂടെ അളവെടുക്കണം. അപ്പൊ ഞാൻ 6 സെന്റിമീറ്ററിലേക്ക് അളവെടുത്തു കേട്ടോ. കൂടെ വരച്ചാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റും. സോ ഇനി 6 സെന്റിമീറ്ററിൽ അപ്പുറത്തെ ഭാഗത്ത് കോമ്പസ് കുത്തിയതിനു ശേഷം വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. സോ ഈ 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണാം. ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാടാ? ഈ 3 സെന്റിമീറ്ററിന്റെ 2 അറ്റവും ജോയിൻ ചെയ്താൽ നമുക്ക് ആ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റി. ഇപ്പൊ നമ്മൾ വരച്ച ട്രയാങ്കിൾ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്ററുള്ള ട്രയാങ്കിൾ ആണ്. സോ എനിക്ക് വേണ്ടത് ഇതിന്റെ ഏരിയ മാറാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഏരിയ മാറാതെ എന്ന് പറഞ്ഞാൽ ഗൈസ് എന്ത് ചെയ്യണം? ബേസിന് പാരലായിട്ട് മുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചോളാം. എന്നാൽ നമുക്ക് ഏരിയ മാറാൻ പോണില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അതേ ബേസിൽ 3 സെന്റിമീറ്റർ ബേസിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. സോ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ എനിക്ക് എന്ത് വേണം ഇവിടെ? യെസ്, 90 ഡിഗ്രി വേണം. 90 ഡിഗ്രി കറക്റ്റ് മേലേക്ക് കുത്തനെ വേണം. അതുകൊണ്ട് ഞാൻ പൊട്രാക്ടർ എടുത്തു. പൊട്രാക്ടറിൽ 90 ഡിഗ്രി ഒരു സൈഡിൽ വെച്ച് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? നേരെ കുത്തനെ മുകളിലേക്ക് നീട്ടി സ്കെയിൽ കൊണ്ട് വരച്ചു. ആ ബേസ് കണ്ടോ? 3 സെന്റിമീറ്റർ. അതിൽ നിന്ന് തന്നെ കറക്റ്റ് സ്കെയിൽ വെച്ച് ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? യെസ്, ഇവിടെ ബ്ലൂ കളറിൽ ഞാൻ വരച്ച ഈ ട്രയാങ്കിൾ ആണ് എൻ്റെ 90 ഡിഗ്രി ഉള്ള പുതിയ റൈറ്റ് ട്രയാങ്കിൾ. സോ ബേസ് മാറാതെ കണ്ടോ? 2 ട്രയാങ്കിളിനും ഒരേ ബേസ് ആണ് 3 സെന്റിമീറ്റർ. ബേസ് മാറാതെ ഞാൻ 2 ട്രയാങ്കിൾ വരച്ചു. കറക്റ്റ് ഹൈറ്റ് ആണ്. ഹൈറ്റ് മാറുന്നില്ല എന്ന് കാണേണ്ടത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? മുകളിലൂടെ ആ ലൈൻ വരച്ചത്. സോ ഹൈറ്റ് മാറാതെ ബേസ് മാറാതെ സെയിം ഏരിയയിൽ നമുക്ക് 2 ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റി. ഇത് ചോദിക്കുകയെ എൻ്റെ മക്കൾ പഠിച്ചിട്ട് തന്നെ പോവുക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. തൊട്ട് മുൻപേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എക്സാം അടുപ്പിച്ചിട്ടുള്ള നമ്മളുടെ വീഡിയോസ് മൊത്തം കാണുക. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, എല്ലാ വീഡിയോസും കണ്ടോളൂ. അതുപോലെ ഇന്നത്തെ മാരത്തോണും മിസ് ചെയ്യണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ വെച്ച് കാണാം. ബൈ ബൈ.